രാമക്ഷേത്രം ബി.ജെ.പിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേട്ടം. പക്ഷേ ഇന്ന് അതേ രാമക്ഷേത്രം ബി.ജെ.പിക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ തലവേദനയായി മാറുകയാണോ? അയോധ്യയിൽ ഉയർന്നിരിക്കുന്ന പുതിയ വിവാദം വെറും പണത്തിന്റെ കഥയല്ല, വിശ്വാസത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കൂടി കഥയാണ്. അയോധ്യ രാമക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രാജ്യമൊട്ടാകെ വലിയ ചർച്ചയാണ് നടക്കുന്നത്. ക്ഷേത്രത്തിലെ കാണിക്കപ്പണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, എഫ്ഐആർ, ചില ജീവനക്കാരുടെ അറസ്റ്റ്, തുടർന്ന് ട്രസ്റ്റിലെ പ്രധാന വ്യക്തികളുടെ രാജി, ഇതെല്ലാം ചേർന്നാണ് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ വിവാദം ഇത്ര വലിയ വിഷയമായി മാറിയത്? അതിന് കാരണം അയോധ്യയിലെ രാമക്ഷേത്രം ഒരു ക്ഷേത്രം മാത്രമല്ല എന്നതാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നൊരു വിഷയമാണ് രാമക്ഷേത്രം. സുപ്രീം കോടതി വിധിക്ക് ശേഷം കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്ര നിർമ്മാണം നടന്നത്. കോടിക്കണക്കിന് ആളുകൾ വിശ്വാസത്തിന്റെ ഭാഗമായി സംഭാവന നൽകി. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ചെറിയ തുകകൾ മുതൽ വലിയ തുകകൾ വരെ സംഭാവന ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പണവുമായി ബന്ധപ്പെട്ട് ഏത് വിവാദവും സാധാരണ സാമ്പത്തിക ക്രമക്കേടായി മാത്രം ആളുകൾ കാണുന്നില്ല. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം എന്താണ്? റിപ്പോർട്ടുകൾ പ്രകാരം ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെ തുടർന്ന് ചില ജീവനക്കാർക്കെതിരെ കേസെടുത്തു. അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് നടന്നു. പിന്നീട് ക്ഷേത്ര ട്രസ്റ്റിന് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ട്രസ്റ്റി അനിൽ മിശ്രയും രാജിവെച്ചതായി വാർത്തകൾ പുറത്തുവന്നു. ഇതോടെയാണ് രാഷ്ട്രീയ പോര് ശക്തമായത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം പറയുന്നത് താഴെത്തട്ടിലുള്ള ജീവനക്കാരെ മാത്രം പ്രതിയാക്കി യഥാർത്ഥ ഉത്തരവാദികളെ സംരക്ഷിക്കുകയാണെന്നാണ്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും ബി.ജെ.പിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. സംഭാവനകളുടെ കാര്യത്തിൽ പരിഹാസ രൂപത്തിലുള്ള പരാമർശങ്ങളും അദ്ദേഹം നടത്തി. മറുവശത്ത് ഹിന്ദു മത നേതാക്കളിൽ പലരും അന്വേഷണത്തിൽ വലിയ ആളുകളെ ഒഴിവാക്കിയെന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇവിടെയാണ് രാഷ്ട്രീയത്തിന്റെ മറ്റൊരു തല തുറക്കുന്നത്. നിയമപരമായി ക്ഷേത്രം നിയന്ത്രിക്കുന്നത് ഒരു സ്വതന്ത്ര ട്രസ്റ്റാണ്. അതിനാൽ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിനെ നേരിട്ട് ഉത്തരവാദിയാക്കാൻ കഴിയില്ല എന്നതാണ് ബി.ജെ.പിയുടെ ശക്തമായ വാദം. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്നാണ്. സാധാരണ ജനങ്ങളുടെ മനസ്സിൽ രാമക്ഷേത്രവും ബി.ജെ.പിയും വർഷങ്ങളായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതീകങ്ങളാണ്. അതുകൊണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏത് വിവാദവും രാഷ്ട്രീയമായി ബി.ജെ.പിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ വിവാദം കൂടുതൽ ശ്രദ്ധ നേടുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാന ചോദ്യവുമുണ്ട്. ഇത് ഏതാനും വ്യക്തികളുടെ ക്രമക്കേടാണോ അതോ കൂടുതൽ വലിയ തലത്തിലേക്ക് അന്വേഷണം എത്തുമോ? ഇതിന് വ്യക്തമായ ഉത്തരം ഇപ്പോൾ ഇല്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് ആരെയും കുറ്റക്കാരെ പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതേസമയം ഇത്രയും വലിയ വിശ്വാസ പദ്ധതിയിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ സുതാര്യമായി അന്വേഷിക്കപ്പെടണമെന്ന ആവശ്യവും ശക്തമാണ്. ഈ സംഭവ വികാസങ്ങൾ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളായാലും പൊതുജനങ്ങളുടെ സംഭാവന കൈകാര്യം ചെയ്യുന്നത് ഏത് സംവിധാനമായാലും സുതാര്യതയും കൃത്യമായ ഓഡിറ്റിങ്ങും ആവശ്യമാണ്. കാരണം ഇവിടെ നഷ്ടമാകുന്നത് പണം മാത്രമല്ല, ജനങ്ങളുടെ വിശ്വാസം കൂടിയാണ്. ഇപ്പോൾ ഈ സംഭവം ബി.ജെ.പിയിൽ ഉൾപോരിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തമ്മിലുള്ള അണിയറ യുദ്ധത്തിന്റെ പ്രതിഫലനം കൂടിയാണിതെന്നും സൂചനയുണ്ട്. മോദിയുടെ വിശ്വസ്തനും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും രാമക്ഷേത്ര നിർമ്മാണ സമിതി ചെയർമാനുമായ നിപേന്ദ്ര മിശ്രയാണ് നീക്കങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് ഈ വിലയിരുത്തലിന് ആക്കം കൂട്ടുന്നത്. ഉന്നത നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ മിശ്ര വെളിപ്പെടുത്തലുമായി എത്താനിടയില്ല. മോദിയാകട്ടെ തന്ത്രപരമായ മൗനത്തിലുമാണ്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2020 മുതൽ സാമ്പത്തിക ആരോപണങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും തുറന്ന വെളിപ്പെടുത്തലുണ്ടായത് കഴിഞ്ഞ മാസമാണ്. ആദ്യം പുറത്തുവന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശ്രമിച്ചത്. എങ്കിലും പിന്നീട് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു. നിപേന്ദ്ര മിശ്ര രാമക്ഷേത്രത്തിൽ നടന്ന കൊള്ളയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയതോടെയാണ് യോഗിയുടെ നിലപാട് മാറ്റേണ്ടി വന്നത്. 2017 ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് വന്നപ്പോൾ മുതൽ മോദിയും ഷായും തമ്മിലുള്ള സ്വരച്ചേർച്ചയിൽ അത്ര നല്ലതല്ല. മോദിയും ഷായും നിർദ്ദേശിച്ച പേരുകൾ വെട്ടിയാണ് RSS യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിച്ചത്. തിരഞ്ഞെടുപ്പ് നയിച്ച ബി.ജെ.പിയുടെ നേതാവായിരുന്ന കേശവ് പ്രസാദ് മൗര്യയാണ് RSS പിന്തള്ളിയത്. അവിടെ നിന്നാണ് യോഗി ആദിത്യനാഥിന് നറുക്കു വീണത്. പ്രധാനമന്ത്രി പദത്തിൽ പോലും മോദിയുടെ പിൻഗാമിയായി RS മുന്നോട്ട് വയ്ക്കുന്നത് യോഗിയാണ്. ഇത് മോദി ഷാ ക്യാമ്പിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കോവിഡ് കാലത്തെ ഭരണഭീഷണികൾ ഉയർത്തി 2020 തിരഞ്ഞെടുപ്പിൽ യോഗിയെ മാറ്റണമെന്ന് മോദി ഷാ ക്യാമ്പ് വാദിച്ചു. എന്നാൽ RSS പിന്തുണയോടെ യോഗി ഇത് മറികടക്കുകയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് UPയിലുണ്ടായ ക്ഷീണത്തിൽ യോഗിക്ക് പങ്കുണ്ടെന്നും നിരീക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഇതിനൊപ്പം RSS നിസ്സഹകരണം കൂടിയായപ്പോൾ ബി.ജെ.പി വെള്ളം കുടിച്ചു. രാമക്ഷേത്രമുള്ള അയോധ്യയിലടക്കം പരാജയപ്പെട്ടു. തോറ്റ ബി.ജെ.പി സ്ഥാനാർത്ഥികളിൽ മുകളിൽ പറഞ്ഞ നിപേന്ദ്ര മിശ്രയുടെ മകൻ സാങ്കേത് മിശ്രയും ഉണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം.
2027 നിയമസഭാ തിരഞ്ഞെടുപ്പ് വീണ്ടും UP ഒരുങ്ങുമ്പോൾ അയോധ്യയിലെ സംഭാവന കൊള്ളയായിരിക്കും പ്രധാന ചർച്ചാ വിഷയം. പ്രതിപക്ഷത്തിന് മാത്രമല്ല BJPയിൽ ഒരു വിഭാഗത്തിനും ഈ വിഷയം നീറി നിൽക്കുന്നതിലാണ് താൽപര്യം. കാരണം 2024 മറുപടിയാകുമോ 2027 എന്നത് ഒരു ചോദ്യമാണ്.